ഇതൊന്ന് തീരുവോ? നേരം 2 മണിയാവാനായി. ഇനിയും എന്റെ കുട്ടി ഉറക്കം വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. കട്ട് ചെയ്യാൻ പോവാണ്, പക്ഷെ പപ്പയില്ല. കാരണം ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് എന്റെ 2ാമത്തെ ഡ്രസ് അല്ല കേട്ടോ. കാരണം രാത്രി 12 മണിയായിട്ടുള്ളൂ. അപ്പൊ പപ്പന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മള് ക്യാരി ഫ്രഷിൽ വന്നതാണ് ചെങ്കോട്ടി. കുറെ ഐറ്റംസ് ചെയ്ത് ടിഷ്യൂ ആണ് കേട്ടോ, അതല്ല കുറെ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പപ്പന്റെ ഞാൻ എന്താ ഉണ്ടാക്കണെന്നൊക്കെ ഞങ്ങള് വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ രാത്രി നമ്മൾ ഉറക്കം വെച്ച് ഇന്ന് പപ്പക്കുള്ള ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അതെ അതെ അതെ. ഇനിയിപ്പോ എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഞാൻ ഫുള്ള് ഇപ്പൊ ബേബീസിന്റെ ഇതിനുള്ള ടൈം ആയിട്ടില്ല, ആകുമ്പോ നമുക്ക് വരാം കേട്ടാ. എന്നാ മറ്റിക്ക് പോര്. അങ്ങനെ ഗൈസ് നമ്മള് വീട്ടിലെത്തിയപ്പോ ജുബിക്ക് വിശക്കിന് കാരണപ്പോ ഇപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മന്തിപ്പടി കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഓക്കിന് അടുത്ത സാധനം ബാർബിക്യൂ പിസ്സ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പുറത്തിട്ടിട്ടോ, ആണെങ്കിൽ തിന്നില്ല. ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. എന്നാ പിന്നെ ഉണ്ടാക്കണവരോട് പറഞ്ഞാൽ മതി, അതൊന്നും ഉണ്ടാക്കിട്ടുണ്ടാ. ബാഗ് കഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പണി തുടങ്ങാനുള്ളതാണ്. നേരത്തെ ഈ 12:30 മണിയായിട്ടോ. അതെ, നമ്മള് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇറങ്ങാറാവേണ്ടി. അപ്പൊ എന്തായാലും ഇത് തീർത്തിട്ട് ബാക്കി വ്ളോഗ് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പിസ്സ ഒക്കെ കഴിച്ചു. ഇപ്പൊ നമ്മള് പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ജൂബി അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്, അല്ല കുത്തനായെന്നൊന്നും പറയരുത്. ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ ജുബി ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോണത്, പപ്പന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട്. ഓക്കെ, ഇനി അതിലേക്ക് തട്ടുന്ന 3 പ്രാവശ്യം അരിക്കണം കേട്ടോ പൊടികളൊക്കെ. ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താവും പഠിച്ചോന്നറിയാം. കൊക്കോ പൗഡർ, മൈദപ്പൊടി, അപ്പക്കാരം വേണ്ടി അല്ലടോ, ഫാൻ ഇട്ടത് കാറ്റിന് പാറൂലേ? സ്പീഡ് കുറച്ചാ സെറ്റ് 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം മുന്നേ അടുത്ത സ്റ്റെപ്പ് എന്താ ചു? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാം ഉള്ളതുകൊണ്ട് പിടിച്ച് നിക്കാം. ഞാൻ കോഴിമുട്ടയും അടുക്കള കയറാറില്ല. നമ്മളെ കണ്ടോ, സർവപരമാണിക്ക് അടുക്കള കയറിക്കുന്നുണ്ടാവും. ഇതൊന്ന് തീരുവോ? ആദ്യത്തെ സമയം എടുക്കുമ്പോ എന്താ വിചാരിച്ചൊരു കേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞാല് അല്ല എനിക്ക് ഉറങ്ങണേ. അപ്പൊ ഞാനിത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതില് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാറ്ററി നമ്മളൊന്ന് സെറ്റാക്കി ഇതിന്ന് കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇട്ടിട്ട് ഹലോ, ഈ ഫുള്ള് ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ടാ? ഇല്ലല്ല, ഞാൻ കാണിച്ചു കൊടുത്തതാണ്. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഫുള്ള് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഓരോ സ്റ്റെപ്പ് മാത്രമായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ കേക്കിന്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ സ്പഞ്ച് തന്നെയല്ലേ പറയല്? അതന്നെ, ആ സ്പഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ രാത്രി നേരം 2 മണിയാവാനായി. ഇനിയും എന്റെ കുട്ടി ഉറക്കം വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, കാരണം പ്രഗ്നന്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ചെയ്യും. നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇപ്പൊ ഉറക്കം തോന്നിയിട്ട് തണുത്തിട്ട് അതിന്റെ മുകളിൽ ബാക്കി ക്രീമും കാര്യങ്ങളും സെറ്റൊക്കെ ആക്കിയതിനു ശേഷം ഇപ്പൊ ഈ ചൂടുകൾ ഇതാക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ഞാൻ പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി രാവിലെ കാണാം കേട്ടാ. ഗുഡ് നൈറ്റ്. അപ്പൊ ബാസിക്കാക്ക് എണീച്ചില്ല. ഇപ്പൊ ഇതാ ഞങ്ങളിങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ബാസിക്കാക്ക് നല്ല ഉറക്കില്ല.
നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ് വീഡിയോ എടുക്കാൻ. ഇപ്പോൾ ബീറ്റൊക്കെ ഇതെന്താ ക്രീമൊക്കെ ചെയ്ത് ഈ സെറ്റാക്കാനുണ്ടോ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയണമല്ലേ. ഇനി ഞാനിതൊക്കെ ഒന്ന് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അതെങ്ങനെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ കേക്കൊക്കെ സെറ്റ് ആക്കിക്കണേ. ഇത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തതെന്ന് തുറക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി കേട്ടാ. ആദ്യം മുന്നേ എങ്ങനെ കാണിച്ചാൽ പിന്നെ അത് സർപ്രൈസ് ആയിട്ട് പൊളിഞ്ഞില്ലേ. കൊറേ ഇറങ്ങാറായി നമ്മള് രാത്രി ഉറക്കം വെച്ചുണ്ടാക്കിയതാട്ടോ. കാരണം പെട്ടെന്ന് ഉണ്ടായ പ്ലാനാണ്. സാധാരണ നമ്മൾ വാങ്ങാറാണല്ലോ, ഇപ്രാവശ്യം നമ്മൾ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളത് ഉണ്ടാക്കട്ടെ. ഇത് ഇനി നൈറ്റിൽ നമ്മള് സെലിബ്രേഷൻ ചെയ്യും. നമ്മള് കട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ പപ്പയില്ല, കാരണം ഒരു ട്രാജഡി ഉണ്ടായി അതിൻ്റെ ഇടയിൽ. ഇത് ജുബി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. പപ്പക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഏകദേശം രാത്രിയായി. പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈ ഡേയിലാണ് മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ ആഘോഷ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കി പോയി ഓൾറെഡി. പപ്പക്ക് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടോ, ഇത് സസ്പെൻസ് ആയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പറ്റിയൊരു മാനസിക അവസ്ഥയിലല്ല പപ്പ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ തന്നെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. ഫുഡല്ല വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. പപ്പന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് മരണപ്പെട്ടത്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ പപ്പ. ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളി കേക്ക് ആട്ടോ. ഫുൾ നമ്മൾ കിറ്റ്കാറ്റ് കേക്കാണ്. മുകളിൽ ഫുള്ള് എന്താ പറയാ കിസ്സസ്, ഹെർഷീസിന്റെ കിസ്സസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കാണ്. ഓക്കെ, കഴിക്കാൻ വേണ്ടി ഉറങ്ങായിരുന്ന റസലിൽ നമ്മൾ ഉണർത്തി കൊടുത്തിട്ടുണ്ട്. പപ്പനക്ക് എന്തായാലും നമ്മൾ കഴിപ്പിക്കും, പക്ഷെ പപ്പനെ ഇപ്പൊ വിളിച്ചാൽ ശരിയാവില്ല, കാരണം പപ്പ വളരെ മൂഡ് ഓഫിലാണുള്ളത്. ഓക്കെ, കാരണം പപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ തന്നെ പപ്പന്റെ രണ്ടാമത്തെ ഫ്രണ്ടാണ് മരണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒന്നും പപ്പന്റെ അത്രയും ഒപ്പം കൂടെ കളിച്ചു വളർന്ന ഒരാളാണ് മരിച്ചിട്ടുള്ളത്. സത്താർക്ക എന്ന മൂപ്പരുടെ പേര്. എനിക്കും പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുന്നത് നമ്മൾ കൊളർത്തിയില്ല. ഓക്കെ, രാവിലെ നമ്മളിപ്പോൾ കേക്കായിട്ട് ഇറങ്ങിയതിൻ്റെ ശേഷം അവിടെ വന്നപ്പോഴാണ് പപ്പയും പറയുന്നത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ പപ്പ തന്നെ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. ഒരു ബർത്ത്ഡേ വിഷസ് പോലും എനിക്ക് മര്യാദക്ക് പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ബർത്ത്ഡേ നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ബൈ.